ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മൾ മിക്സിയുടെ ജാറൊക്കെ കഴുകി നമ്മൾ ഉണക്കാനായിട്ട് വെക്കുമല്ലോ. അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ ഇതേപോലെ ഉണക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളെ കയ്യിൽ ഇതേപോലെ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ആക്കി വെച്ച് കൊടുത്തിട്ട് മിക്സിയുടെ ജാർ ഇതേപോലെ ഒന്ന് കമത്തി വെച്ച് കൊടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും. അതെല്ലാം നമ്മൾ ഈ ക്ലിപ്പില്ലാതെ കമത്തി വെച്ചാൽ ഉണ്ടോ ഇതേപോലെ വെച്ചാൽ ഉണങ്ങത്തില്ല, അകത്തൊരു സ്മെല്ലും ഉണ്ടാകും. അപ്പോൾ ഇതേപോലെ ആകുമ്പോഴത്തേന് നമുക്ക് ഒരു ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതെ തന്നെ നല്ല വൃത്തിയായിട്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ നമുക്ക് വെയിൽ കൊള്ളിച്ച് ഉണക്കണമെന്നൊന്നുമില്ല. നമ്മൾ മിക്സി ജാർ കഴുകിയിട്ട് ഇതേപോലെ ക്ലിപ്പിട്ട് വെച്ച് കൊടുത്താൽ മതി. ഉണ്ടോ? അപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം അതിൻ്റെയൊക്കെ പോയിട്ട് ഉണങ്ങിക്കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ വെളുത്തുള്ളിയൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും അതങ്ങ് ഒരുമാതിരി പഞ്ഞി വെച്ച് കണക്കങ്ങ് ചീത്തയായിപ്പോവും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് വിടർത്തി എല്ലാം ഓരോ അല്ലികളാക്കി ഇട്ട് കൊടുത്താൽ മതി. തൊലിയൊന്നും കളയാതെ തന്നെ നമ്മൾ ഇതേപോലെ ഓരോ അല്ലികളാക്കി ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് വെളുത്തുള്ളി കേടാകാതെ ഇരിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തൊലിച്ചെടുക്കാനാണേലും വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ 2 വെളുത്തുള്ളി വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തൊലിച്ചെടുക്കാൻ പറ്റും. ഇല്ല ഇതേപോലെ കണ്ടോ പഞ്ഞി വെച്ച് കണക്കായി ചീത്തയായി പോയത് കണ്ടോ. അപ്പോൾ ഇതേപോലെ ആയിപ്പോവും. അപ്പോൾ കുറച്ച് നാളൊക്കെ വെക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെ അടർത്തിയിട്ടിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ചീത്തയാകാതെ തന്നെ നമുക്ക് വെളുത്തുള്ളി കിട്ടുകയും ചെയ്യും. അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ചാക്കരി ആണേലും പച്ചരി ആണേലും ചീത്തയാകാതിരിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പ് പൊടി ഇങ്ങനെ അങ്ങ് തൂവി കൊടുക്കുക. അപ്പോൾ വണ്ട് കയറാതെ പ്രാണികളൊന്നും കയറാതെ നമുക്ക് എപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. ഇതേപോലെ ആക്കിയിട്ട് നമ്മൾ ടിന്നിനകത്താക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഫ്രഷായിട്ട് തന്നെ അരി ഇരിക്കും. അതിനകത്ത് വണ്ടോ പ്രാണികളോ ഒന്നും തന്നെ കയറത്തില്ല.